ഈ കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിലെ സിനിമാ നിർമ്മാതാക്കൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിർമ്മാതാവായ സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മലയാള സിനിമാ ലോകത്തും ചർച്ചയാകുന്നത്. മലയാള സിനിമ വലിയ നഷ്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ജൂൺ മുതൽ നിർമ്മാതാക്കളെല്ലാം സിനിമാ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് പോവുകയാണെന്നുമാണ് സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാറിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ സിനിമാ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ യുവതാരങ്ങളെ അടക്കം വിമർശിച്ചെത്തിയ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ് പങ്കുവച്ച് പൃഥ്വിരാജ് കുറിച്ചത്. ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ്, ടോവിനോ തോമസ് തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി എത്തി. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും 100 കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളാണെന്നുമുള്ള സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പൊതുസമക്ഷം സുരേഷ് കുമാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രവണത മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു. മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലൊരു സമരനീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 100 കണക്കിന് ആളുകളെ, അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത്. സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണിതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്? എന്താണ് അതിനു പിന്നിലെ ചേതോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ. യുവതാരങ്ങളുടെ അമിതമായ പ്രതിഫലം കാരണം മലയാള സിനിമ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെന്നും കഴിഞ്ഞ മാസം മാത്രമുണ്ടായ നഷ്ടം 110 കോടിയാണെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു. GSTക്ക് ഒപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിനിമാ സമരം നടത്തുന്നതെന്നും നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ച് സുരേഷ് കുമാർ പറയുകയുണ്ടായി.